സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പുലിമുരുകന് തമിഴിൽ സംഭവിച്ചതെന്ത്? പുലിമുരുകൻ മലയാളത്തിൽ വമ്പൻ വിജയം നേടിയതിനു ശേഷം തെലുങ്ക് പതിപ്പും റിലീസ് ചെയ്തിരുന്നു. ചിത്രത്തിൻ്റെ തെലുങ്ക് പതിപ്പ് മന്യം പുലിക്ക് മികച്ച പ്രതികരണമാണ് തെലുങ്ക് സംസ്ഥാനങ്ങളിൽ ലഭിച്ചത്. ശേഷമാണ് ചിത്രത്തിൻ്റെ തമിഴ് പതിപ്പും റിലീസിനെത്തുന്നത്. തെലുങ്കിലെ പോലെ തന്നെ മികച്ച പ്രതികരണം പ്രതീക്ഷിച്ചാണ് ചിത്രം തമിഴിലും എത്തിക്കുന്നത്. ചിത്രം 100-ലധികം തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുമെന്നായിരുന്നു ആദ്യം കരുതിയിരുന്നത്. അങ്ങനെയെങ്കിൽ തന്നെ ഒരു മലയാളം ചിത്രത്തെ സംബന്ധിച്ചിടത്തോളം അത് വൻ നേട്ടമാണ്. എന്നാൽ പുലിമുരുകന് തമിഴിൽ സംഭവിക്കുന്നത് ഇപ്പോൾ അവിശ്വസനീയം എന്ന് തന്നെ പറയണം. കാരണം സകല പ്രതീക്ഷകളെയും വാനോളം ഉയർത്തി 300ഓളം തിയേറ്ററുകളിലാണ് പുലിമുരുകൻ്റെ തമിഴ് പതിപ്പ് റിലീസ് ചെയ്യുന്നത്. ഒരു തമിഴ് സൂപ്പർ താരമല്ലാഞ്ഞിട്ടും ഒരു സൂപ്പർ താര ചിത്രത്തിന് ലഭിക്കുന്ന വരവേൽപ്പാണ് തമിഴിൽ പുലിമുരുകന് ലഭിക്കുന്നത്. തെന്നിന്ത്യയിൽ പുലിമുരുകൻ സൃഷ്ടിച്ച തരംഗം തന്നെയാണ് ഇത്രയും വലിയ വരവേൽപ്പ് ലഭിക്കാൻ കാരണം. 300 തിയേറ്ററുകളിലാണ് പുലിമുരുകൻ്റെ തമിഴ് പതിപ്പ് വെള്ളിയാഴ്ച തിയേറ്ററുകളിൽ എത്തുകയെന്ന് നിർമ്മാതാവ് ടോമിച്ചൻ മുളകുപാടം പറഞ്ഞു. മോഹൻലാൽ തന്നെ തമിഴിലും ഡബ് ചെയ്തിരിക്കുന്ന ചിത്രത്തിന് അത്ഭുതപൂർവമായ പ്രതികരണമാണ് തിയേറ്ററുകാരുടെ ഭാഗത്തു നിന്ന് ലഭിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്താണേലും അടുത്ത കാലത്ത് തെലുങ്കിൽ മോഹൻലാൽ നേടിയ ആരാധക വൃന്ദം വളരെ വലുതാണ്. അത് തമിഴിലും ആവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക് യു.